ചെക്ക്. ചെക്ക്. എല്ലാവർക്കും നമസ്കാരം. ചിന്നറോമ എന്നറിയപ്പെടുന്ന ഒല്ലൂരിൽ സെൻറ് ആൻ്റണീസ് ഫൊറോന ചർച്ചിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ റഫായേൽ മാലാഖയുടെ 188-ാം തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമാപന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ച് ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും ചേർന്നൊരുക്കുന്ന അത്ഭുതകരമായ ഒരു സംഗീത വിരുന്ന് കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്നേഹത്തോടെ ഇന്ന് 8-ാം മേടം ആഘോഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടി ഈ 6 ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നു. തുടർന്നും ഈ പരിപാടിയിൽ നിങ്ങളുടെ നല്ല സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ചെയറുകളുടെ അട്ടി ഇപ്പോഴും മാറിയിട്ടില്ല. വരുന്നവർ ദയവ് ചെയ്ത് ചെയറുകൾ എടുത്ത് വഴിയൊരുക്കി നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾ ആകെ 5-10 മാക്സിമം മിനിറ്റുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡിംഗ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കും. നിറഞ്ഞ സ്നേഹത്തോടു കൂടി സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ പള്ളിയിലെ ഫൊറോന പള്ളിയിലെ വെരി റവറൻ ഫാദർ ആൻ്റണി ചിറ്റിലപ്പള്ളി അച്ഛനെ നിറഞ്ഞ കയ്യടിയോടുകൂടി അതോടൊപ്പം കൊച്ചച്ചന്മാരെയും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ കൊച്ചച്ചന്മാരെ ഈ വേദിയിലേക്ക്, വികാരി അച്ഛനെയും കൊച്ചച്ചന്മാരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള സമാപന ചടങ്ങിന് എത്തിച്ചേർന്നുള്ള CI സാറ്, ഒല്ലൂർ CI സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കൈയോടുകൂടി CI സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിലേക്ക് ഉദ്ഘാടന ചടങ്ങിനായിട്ട് ഇവർ ക്ഷണിച്ചു വരുത്തുകയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ കൈക്കാരന്മാർ 4 പേരുണ്ട്. 4 പേരെയും നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആന്റണി ചേട്ടൻ, പോളേട്ടൻ, ഒപ്പം റാഫിയേട്ടൻ, സെബി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി വിശിഷ്ട വ്യക്തികളെയാണ് വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഈ പ്രോഗ്രാമിന് നമുക്കൊരു സ്പോൺസർ, അവസാന നിമിഷമായാലും ഒരു സ്പോൺസറെ നമുക്ക് കിട്ടി. ആയാസ് ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ MD മിനുവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ കൗൺസിലർ സനോജിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. നമ്മുടെ മെമ്പർ ജോയേട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കമ്മിറ്റി മെമ്പർമാരായ ജോണേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഗോഡ്ഫ്രിയെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാ വിശിഷ്ട വ്യക്തികളും വേദിയിൽ എത്തിച്ചേർന്നു. ഇനി സ്വാഗതമാണ് ആശംസിക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ മുൻ കൈക്കാരനും ഒപ്പം ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറുമായ സിജോയാണ്. ഈ വ്യക്തികൾക്കൊക്കെ സ്വാഗതം ആശംസിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ സിജോന് ഞാൻ മൈക്ക് കൈമാറുന്നു. വിശുദ്ധ റഫായേൽ മാലാഖയുടെ 188-ാം തിരുനാളിന് നമ്മൾ സമാപനം കുറിക്കുകയാണ്. ഏറ്റവും നല്ല കാലാവസ്ഥയും അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തന്ന സർവേശ്വരനെ നമ്മൾ ആദ്യമായി നന്ദി പറയുകയാണ്. ഇതിനെ ആത്മീയമായും പ്രവർത്തന ചാതുര്യം കൊണ്ട് നമ്മെ നയിച്ച പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വികാരി ആന്റണി ചിറ്റിലപ്പള്ളി അച്ഛനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതോടൊപ്പം പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊപ്പം നിന്ന സ്നേഹമുള്ള നമ്മുടെ കൊച്ചച്ചന്മാരായ ബഹുമാനപ്പെട്ട ഷിൻഡോ മാരോക്കി അച്ഛനെയും ബഹുമാനപ്പെട്ട ആൽബിൻ ചൂണ്ടലച്ഛനെയും ഡീക്കൻ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ അച്ഛനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നടത്തുകൈക്കാരൻ പോൾ കുണ്ടുകുളത്തിനെയും കൈക്കാരന്മാരായ ആന്റണി മാണിച്ചാക്കു, റാഫി ചമ്മണം, സെബി ആന്റണി വല്ലച്ചിറക്കാരനെയും വേദിയിലേക്ക്
സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഒല്ലൂരിൻ്റെ CA ആയ ഫർഷാദ് സാനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മിന്നുദത്ത് ആര്യാസ് ഐ കെയർ മിന്നുദത്ത് ഗണത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ 31ാം ഡിവിഷൻ കൗൺസിലർ സനോജ് പോൾ കാട്ടുകാരനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആവണിശ്ശേരി 5ാം ഡിവിഷൻ മെമ്പറായ ജോയേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുനാൾ കൺവീനേഴ്സ്, കോർഡിനേറ്റേഴ്സ്, വളണ്ടിയർ, ക്യാപ്റ്റൻ, PRO, പ്രതിനിധി സഭാ സെക്രട്ടറി, കേന്ദ്ര സമിതി കൺവീനർ എന്നിവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA-യും മന്ത്രിയുമായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ചേട്ടനെയും എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെയും തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ACP സുധീരൻ സാറും അല്പസമയത്തിനകം പരിപാടിയിൽ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെയും തിരുനാൾ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിജോ. വളരെ മനോഹരമായി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പള്ളി വികാരിയച്ഛനാണ്. ഉദ്ഘാടനം ചെയ്യുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അച്ഛനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചന്മാരെ, വിശിഷ്ടാതിഥികളെ, കലാപ്രേമികളെ, ഈ സായാഹ്ന സന്ധ്യയിലെ നമ്മുടെ തിരുനാളിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടിക്കലാശം അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ അവസരത്തിൽ നമുക്ക് പ്രോഗ്രാം നടത്തുന്നത് തേക്കിൻകാട് ബാൻഡും അതോടൊപ്പം തന്നെ ആട്ടം കലാസമിതിയും കൂടിയ മ്യൂസിക് നൈറ്റ് പ്രോഗ്രാമാണ്. നിങ്ങളെല്ലാവരുടെയും കലാവിരുന്നിൽ പങ്കെടുക്കുകയും ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ മണിക്കൂറുകൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തിമിർപ്പുകളാക്കിയിട്ട് നമ്മൾ മാറ്റുക. നമ്മളെപ്പോഴും ആഹ്ലാദത്തിൽ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. കാരണം തിരുനാളിന് സന്തോഷം അനുഭവിക്കുന്ന അവസരം കൂടിയാണ്. ഈ അവസരത്തിൽ ഈ മണിക്കൂറുകൾ 2.5 മണിക്കൂർ നമ്മളെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് സ്വയം മറന്ന് സന്തോഷത്തിലായി തീർന്നുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ കലാപ്രേമികളായി നിങ്ങളെല്ലാവരും ഇത് ഈ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഈ അവസരത്തിൽ ഔദ്യോഗികമായിട്ട് ഈ മ്യൂസിക് നൈറ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുസന്നിധിയിൽ വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുന്നത്. ആദ്യത്തെ തിരി നമ്മുടെ വികാരിച്ചൻ നിർവഹിച്ചു. അടുത്ത് നമ്മുടെ കൊച്ചന്മാർ 3 പേരും ചേർന്ന് അടുത്ത തിരി തെളിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിക്കാം. അടുത്ത തിരി തെളിയിക്കുന്നത് നമ്മുടെ CI സാറാണ്. സ്നേഹത്തോടെ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത തിരിയിലേക്ക് നമ്മുടെ കൈക്കാരന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരുമയോടുകൂടി പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന നമ്മുടെ കൈക്കാരന്മാർ ഒന്നിച്ചേർന്ന് അടുത്ത തിരി തെളിയിക്കുന്നു. അടുത്ത തിരി തെളിയിക്കുന്നത് നമ്മുടെ സ്പോൺസറും മിന്നും കൗൺസിലറും ഒപ്പം ജോയി ചേട്ടൻ ചേർന്നുകൊണ്ട് അടുത്ത തിരി തെളിയിക്കുകയാണ്. നമ്മുടെ തിരുനാളിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി 2 ആശംസയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ആദ്യത്തെ ആശംസ നമ്മുടെ അച്ഛന്മാരിൽ ഒരാൾ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ കൗൺസിലർ സംസാരിക്കും. എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിച്ച വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ കലാവിരുന്ന് ആസ്വദിക്കാനായി ഇവിടെ വന്നുകൂടിയിട്ടുള്ള നല്ലവരായിട്ടുള്ള നാട്ടുകാരെ,
ഒല്ലൂർ മാലാഖടി തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ് തിരുനാളിന് ശേഷമുള്ള 8 ദിവസത്തെ പ്രോഗ്രാമുകൾ. ഈ 8 ദിവസത്തെ പ്രോഗ്രാമുകളിൽ ഏറ്റവും കലാശക്കൊട്ടായിട്ട് ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന ഒരു ദിനമാണ് ഈ 8ാം ദിനത്തിലെ 31-ാം തീയതിയിലുള്ള ഈ പ്രോഗ്രാം. എല്ലാവരെയും വിളിച്ചു ചോദിക്കേണ്ടായിരുന്നു ഇന്ന് ഈ പ്രാവശ്യം പെരുന്നാൾക്ക് ഏതാണ് ഏറ്റവും വലിയ പ്രോഗ്രാം. അതിന് തേക്കിൻകാട് ബാൻഡും ആട്ടവുമാണെന്ന് കേട്ടപ്പോൾ തന്നെ ഈ നാട്ടുകാരും ഒല്ലൂർക്കാരും മാത്രമല്ല തൃശ്ശൂരിലുള്ള ജില്ലയിലെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നു ചേരാറുള്ളത്. പ്രത്യേകമായിട്ട് ഈ ദിവസം ഇന്ന് തൃശ്ശൂർ അതിരൂപതയിലെയും ഈ തൃശ്ശൂർ ജില്ലയിലെയുമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നു ചേരുമ്പോൾ അവർക്കൊക്കെ ഒരു ശ്രാവ്യ വിരുന്ന് ഒരുക്കാനായിട്ട് ഇവിടെയുള്ള എത്തിയിട്ടുള്ള ഈ ടീമിനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം വന്ന കാണികൾക്കുള്ള നല്ല ഒരു അനുഭവം ആസ്വാദനം ഏവർക്കും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു ആശംസയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ പ്രോഗ്രാം പബ്ലിസിറ്റി കമ്മിറ്റിയിൽ നിന്ന് ഗോഡ്ഫ്രീ ആണ് ഉദ്ദേശിച്ചത്. ഗോഡ്ഫ്രീ പറയുന്നത് നമ്മുടെ ജോണേട്ടൻ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജോണേട്ടനെ ഒരു ആശംസ പറയുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മടച്ചൻ, അതുപോലെ തന്നെ CSR കൈക്കാരന്മാർ, കോർഡിനേറ്റർമാർ, എല്ലാവരെയ നാട്ടുകാരെ, ഏറ്റവും വലിയ സന്തോഷം. ഈ പരിപാടി ഞങ്ങളിങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പിരിവും അതുപോലെ പരസ്യമൊക്കെ പിടിക്കാൻ പോകുമ്പോൾ മഴ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു 3 മണിക്കൂറോടി മഴയില്ലാണ്ടിരുന്നാൽ സന്തോഷമായി ഈ പരിപാടി കഴിയുമെന്നാണ് എല്ലാവരും ആഗ്രഹം. അതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഔപചാരികമായി സമാപന ചടങ്ങിനെ നന്ദി ആശംസിക്കുന്നതിനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പബ്ലിസിറ്റി ഇൻചാർജുള്ള നമ്മുടെ ട്രസ്റ്റി റാഫിയറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒല്ലൂർ ഫൊറോന പള്ളി വികാരി വെരി റവറൻ ഫാദർ ആൻ്റണി ചിറ്റിലപ്പള്ളി, സഹവികാരിമാരായ ഫാദർ ഷിൻഡോ മാറാക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെയും പ്രിയപ്പെട്ട ഇടവാങ്ങളെ, സുഹൃത്തുക്കളെ, ചിന്നറോമയുടെ വിശുദ്ധ റഫായേൽ മാലാഖയുടെ 188-ാം തിരുനാൾ ഇന്ന് പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. 9 ചൊവ്വാഴ്ച ആചരണം മുതൽ ആരംഭിച്ച ഒരുക്കങ്ങൾ തിരുനാൾ മനോഹരവും ഭക്തിസാന്ദ്രവുമാക്കാനും ഇന്ന് 8ാം പടം വരെയുള്ള വിവിധ കലാപരിപാടികൾ ജലപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കാനും സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നന്ദിയോടെ ഓർക്കാനും ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ആദ്യമായി തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒല്ലൂരിൻ്റെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ ആന്റണി ചിറ്റിലപ്പള്ളി നന്ദി പറയുന്നു. കൂടെ സഹവികാരിമാരായ ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ, നമ്മുടെ ഡീക്കൻ ക്രിൻസൺ കാട്ടിപ്പറമ്പൻ, മറ്റു ഡീക്കന്മാർ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്നിവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഭക്തിസാന്ദ്രമായ തിരുനാളിനും അതിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട വളകൾ, ഊട്ടുനേർച്ച, ഭക്ഷണം, പ്രദക്ഷിണം തുടങ്ങി 8ാം ഇടം വരെയുള്ള കലാപരിപാടികൾ വരെ എല്ലാത്തിനും ഒപ്പം നിന്ന് പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരായ കൈക്കാരന്മാർ ശ്രീ പോൾ കുണ്ടുകുളം, ശ്രീ ആൻ്റണി മാണിച്ചാക്കു, ശ്രീ സെബി വല്ലച്ചിറക്കാരൻ എന്നിവർക്കും, വോളണ്ടിയർ ക്യാപ്റ്റൻ ശ്രീ ഫിൻസൻ റാഫേൽ എന്നിവർക്കും, ലിറ്റർജി, ഊട്ട്, പബ്ലിസിറ്റി, ഫിനാൻസ് തുടങ്ങിയ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുത്ത മുൻ കൈക്കാരന്മാർ, കോർഡിനേറ്റർമാർ, കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ, വോളണ്ടിയേഴ്സ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, സംഘടനാ അംഗങ്ങൾ, വിവിധ വടകമ്മിറ്റികൾ എന്നിവർക്കും അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ MLA-യും മന്ത്രിയുമായ രാജൻ സാറിനും തിരുനാൾ കൊടിയേറ്റം മുതൽ അവസാനം വരെ നമ്മോടൊത്ത് ഒരാളെയും നിന്ന് സഹകരിച്ചതിന് നന്ദി പറയുന്നു. തിരുനാൾ മുതലുള്ള ദിവസങ്ങളിൽ ക്രമസമാധാന ചുമതല വളരെ മികച്ച രീതിയിൽ നിർവഹിച്ച പോലീസ് സേനയ്ക്കും അവർക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ R. എളങ്കോ അവർക്കും, ACP സുധീർ സാറിനും, CI ഫർഷാദ് സാറിനും, ഭരണാധികാരികൾക്കും, വാട്ടർ, ആരോഗ്യം, ഫയർഫോഴ്സ്, PWD, KSEB എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. തിരുനാളിനും അതിനോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾക്കും മനോഹരമാക്കാൻ സാമ്പത്തികമായി സഹായിച്ച എല്ലാ നല്ല സുമനസ്സുകളെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. LED, ലൈറ്റ് ആൻഡ് സൗണ്ട്, പന്തൽ ഒരുക്കിയവർക്കും, ഓഫീസ് സ്റ്റാഫ്, ദേവാലയ ശുശ്രൂഷികൾ എന്നിവർക്കും, തിരുനാൾ മനോഹരമാക്കാൻ സഹായിച്ച ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നാളെ മുതൽ വീണ്ടും
അടുത്ത തിരുനാളിനായുള്ള കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും നാളുകളാണ്. അവസാനമായി തിരുനാൾ മനോഹരമാക്കാനും അനുകൂല കാലാവസ്ഥ തന്ന് നമ്മളെ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത തിരുനാൾ